പ്രിയ സ്നേഹിതരെ, കടൽ തീരത്ത് ചെന്നാൽ അവിടെ തുടർമാനം നടക്കുന്ന ഒരു കാര്യമാണ് തിരകൾ അടിച്ച് കരയിലേക്ക് വരികയും പിന്നെ അത് കരയിൽ നിന്ന് മടങ്ങി കടലിലേക്ക് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ചില തിരകൾ വളരെ ഉയർന്നു പൊങ്ങി വരികയും അത് തിരിച്ചു പോവുകയും ചെയ്യുന്നു. ഇങ്ങനെ തുടർമാനം നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രക്രിയ കാണാനും അതിൻ്റെ ശബ്ദവും അവിടെയുള്ള ആ കാറ്റുമൊക്കെ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ആ കാഴ്ചകൾ കാണുന്നത് ഒരു പ്രത്യേക സന്തോഷമാണെന്ന് കരുതി ധാരാളം പേര് കടൽ തീരത്ത് സമയം ചിലവഴിക്കാറുണ്ട്. ചില സാഹിത്യകാരന്മാർ കടൽ തീരയെ വർണ്ണിക്കുന്നത് നമ്മുടെ മനസ്സ് ചഞ്ചലമായിരിക്കുമ്പോൾ, വ്യാകുലപ്പെട്ടിരിക്കുമ്പോൾ പല തരത്തിലുള്ള ചിന്തകൾ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ ഒരു സ്വസ്ഥതയില്ലാത്ത, സമാധാനമില്ലാത്ത മനസ്സ് എന്ന് സാഹിത്യകാരർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ വാസ്തവത്തിൽ തിരകൾ കാണാനും അതിൻ്റെ ഭംഗി ആസ്വദിക്കാനും കടലിനെ കാണാനും അവിടെ അസ്തമിക്കുന്ന സൂര്യൻ്റെ കിരണങ്ങൾ കാണാനും ഒക്കെ ആയിട്ടും ധാരാളം പേര് കടൽ തീരത്ത് സമയം ചെലവഴിക്കാറുണ്ട്. ഇതുപോലെ തന്നെയാണ് വളരെ പ്രകൃതി ഭംഗിയുള്ള മലഞ്ചരിവുകൾ കാണാനായിട്ട് ഇടുക്കി മുതലായ ഊട്ടി മുതലായ സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ മനുഷ്യർ പോകുന്നതിൻ്റെ ഉദ്ദേശം അവർ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ, കാണുമ്പോൾ മനസ്സിനുണ്ടാകുന്ന ഒരു കുളിർമ, ഒരു സന്തോഷം അതനുഭവിക്കാനായിട്ട് നമ്മളൊക്കെ ശ്രമിക്കാറുണ്ട്. അപ്പോൾ സന്തോഷത്തോടെ ഇരിക്കണം എന്നുള്ളത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, നമ്മുടെ മുൻപിലേക്ക് വരുന്നത്, നമുക്ക് തരണം ചെയ്യാനുള്ളത്, നമ്മുടെ പ്രയാസങ്ങളോ രോഗങ്ങളോ ദുഃഖങ്ങളോ ഒക്കെ വന്നു പോകുന്ന അവസ്ഥകളൊക്കെ നമുക്ക് സന്തോഷം തരുന്നവയല്ല. എന്നാൽ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? അവധിയെടുത്ത്, സമയമെടുത്ത്, പണം ചെലവഴിച്ച് നാം മറ്റുള്ള സാധാരണ പോയിട്ടില്ലാത്ത സ്ഥലങ്ങൾ, കാഴ്ചകൾ കാണാനൊക്കെ നാം പോയി അല്പമെങ്കിലും മനസ്സിന് സന്തോഷം വരുത്താൻ ആഗ്രഹിക്കാറുണ്ട്. വേദപുസ്തകത്തിൽ ഒരു വാക്യം ഇങ്ങനെയാണ്: ദൈവം എൻ്റെ സങ്കേതവും ബലവും ആകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്നൊരു വാക്യമുണ്ട്. ഇവിടെ പറയുന്നത് ഒരു സങ്കേതമായി, ഒരു ബലമായി, ഒരു ഉറപ്പായി ദൈവം എന്നോട് കൂടെയുണ്ട് എന്ന് പറയുകയാണ്. കഷ്ടങ്ങളിൽ ദൈവം ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്ന്. അപ്പോൾ ആ സംഗീത ഭാഗത്ത്, ആ വേദഭാഗത്ത് ആ എഴുതിയ ആളുടെ ജീവിതാനുഭവത്തോട് ചേർന്ന് തൻ്റെ ദൈവത്തെ രുചിച്ചറിഞ്ഞ്, തൻ്റെ ദൈവത്തെ മനസ്സിലാക്കി അനുഭവിച്ചറിഞ്ഞ ആ വ്യക്തി എഴുതുകയാണ്: ദൈവം എൻ്റെ സങ്കേതവും ബലവുമാണ്, എൻ്റെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു തുണയായി ദൈവം എൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വന്നത് ഞാൻ അനുഭവിച്ചറിഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് ഓരോരുത്തർക്കും ധൈര്യം നൽകാൻ, ആ ഒരു അനുഭവം കരസ്ഥമാക്കുവാൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ് ആ വാക്കുകളിലൂടെ. ഇങ്ങനെ വേദപുസ്തകത്തിൽ ധാരാളം ആഹ്വാനം, പ്രോത്സാഹനം നൽകുന്ന വാക്കുകൾ ഉണ്ട് നമ്മുടെ ദൈവത്തെ രുചിച്ചറിയുവാൻ, നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹത്തെ അനുഭവിച്ചറിയുവാൻ വേണ്ടി. കാരണം നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങൾ ദുഃഖമുളവാക്കുന്ന, പ്രയാസമുളവാക്കുന്നതാണെങ്കിൽ അവിടെയൊക്കെ നമ്മളെ വന്ന് ആശ്വസിപ്പിക്കുന്ന നല്ല തക്ക തുണ പോലെ ദൈവം ഇറങ്ങി വരുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു തക്ക തുണ പോലെ നല്ല തുണയായ ദൈവം ഇറങ്ങി വന്നാൽ അതിലും പരം ഒരു സന്തോഷം എന്തിരിക്കുന്നു? അപ്പോൾ നമ്മുടെ കൂട്ടുകാർ നമുക്ക് സഹായമായി, നമ്മുടെ ഭാര്യ ഭർത്താവ് നമുക്ക് സന്തോഷമായി സഹായമായി ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആശ്വാസമുണ്ടല്ലോ. ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസമുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് വളരെ കുളിർമയും ഒരു സന്തോഷം നൽകുന്നതാണെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്നത്
എത്ര സന്തോഷപ്രദമാണെന്ന് നമുക്കറിയാമോ? ആ ഒരു അനുഭവം അനുഭവിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ അതിൻ്റെ മാധുര്യം മനസ്സിലാകുകയുള്ളൂ. പഞ്ചസാര ഒരു കുപ്പിക്കകത്ത് ഇരിക്കുന്ന കണ്ടിട്ട് ആ പഞ്ചസാരയ്ക്ക് നല്ല മധുരമാണ് എന്ന് ഒരാൾ ചോദിച്ചാൽ മധുരമാണോ ഇല്ലയോ എന്ന് അറിയത്തില്ല എന്ന് പറയേണ്ടി വരുന്നാൽ ആ പഞ്ചസാര രുചിച്ചു നോക്കിയ ഒരാൾക്ക് നിശ്ചയമായിട്ടും പറയാൻ കഴിയും എത്രത്തോളം മധുരം ഉണ്ട് ആ പഞ്ചസാരയ്ക്കെന്ന്. ഇതുപോലെ ദൈവത്തെ രുചിച്ചറിയുക, ഒരു അടുത്ത ഊഷ്മള ബന്ധം എൻ്റെ ദൈവവുമായി, അപ്പൻ മക്കൾ എന്നൊരു ബന്ധത്തിലേക്ക് ദൈവവുമായി വന്നു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു സ്നേഹവും ആശ്വാസവും സന്തോഷവും ഒക്കെ അനുഭവിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ദൈവം എൻ്റെ സങ്കേതവും എൻ്റെ ബലവുമാണ്, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്ന് പറയാൻ നമ്മുടെ ജീവിതാനുഭവത്തിൽ ദൈവത്തെ രുചിച്ചറിയാം, ദൈവത്തോട് ചേർന്നിരിക്കാം, സന്തോഷവും സമാധാനവും ആശ്വാസവും നൽകുന്ന ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.